ആനന്ദൻ ഒരു സൈക്കോ ആണ്. ഈഗോ ട്രിഗർ ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്. ഇപ്പൊ അയ്യപ്പൻ കോശി, ഡ്രൈവിംഗ് ലൈസൻസ്, മഹേഷിന്റെ പ്രതികാരം, അത്തരത്തിലൊരു ചിത്രമാണോ ഈ ഗുരുവായൂർ അമ്പലനാട്? അല്ല, ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടെ ഇത്. പക്ഷേ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ. ഇപ്പോൾ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. അല്ല, രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ. ആ സിമിലാരിറ്റി ഉണ്ട് ഇതില് വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമില്ല ഈ സിനിമയ്ക്ക്. ആനന്ദൻ ഒരു സൈക്കോ ആണ്. സൈക്കോ അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോൻ കണ്ടാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് തോന്നിയേക്കാം. ഈ ബേസിൽ ഇപ്പം എന്താണ് റീസെന്റ് ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പം മലയാളത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടറുടെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റ് ആയിട്ട് തോന്നുന്നു, സോറി. ഉറങ്ങിപ്പോയി. രാവിലെ ഈ പറഞ്ഞ വന്നതാണ്. അപ്പോൾ വേറെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ ഇതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദീപു കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപുവാണ്, ഇതിൻ്റെ റൈറ്റർ ദീപുവാണ്. അപ്പോൾ കുഞ്ഞിരാമായണം കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവായൂർ അമ്പലനടയിലിൻ്റെ സിനിമയെക്കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അകത്തൊരു മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടളിയന്മാർ. അപ്പോൾ ഇതന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേ ആൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ, ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ പറയുന്ന കുഞ്ഞിരാമായണം കഴിഞ്ഞ ദീപുവിന് ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു. ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ റൈറ്ററായിരുന്ന ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ബിബിൻ ചേട്ടൻ ജയ കഴിഞ്ഞിട്ട് ഞാൻ ഫാലിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇതിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം ബിൻചേട്ടനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ ദീപുവിൻ്റെയും കൂടെ സ്ക്രിപ്റ്റാണ്. പിന്നെ E4 എൻ്റർടൈൻമെൻറ്റായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്തു. ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് E4 എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അവരുമായിട്ടും വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ബിബിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് ആൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ ഇതിൻ്റെ സെറ്റിലൊക്കെ വരും മറ്റ് ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ, നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട്. പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടഗണിസ്റ്റായിട്ട് ഉള്ളൊരു റോള്, അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഇതിലൊരു വേദിയിൽ അവസാനം എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു. 16-ാം തീയതി റിലീസാവുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.